ശ്രീജിത്ത് തുടരുന്നുണ്ട് അവിടെ നിന്ന്. ശ്രീജിത്ത്, ഈ പ്രതികളെ 15 പേരെയും അവിടെ എത്തിച്ചിട്ടുണ്ടോ ഈ ശിക്ഷാവിധി കേൾപ്പിക്കുന്നതിനായി? എൽദോ, ഏറ്റവും പുതിയ വിവരം നമുക്ക് നൽകാൻ കഴിയുന്നത് 1 മുതൽ 8 വരെ പ്രതികൾക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും കൃത്യമായൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് വധശിക്ഷ എന്നുള്ളതാണ്. 9 മുതൽ ബാക്കിയുള്ള 15 വരെയുള്ള കേസ് പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. എന്തായാലും പ്രതികൾ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് വധശിക്ഷ എന്നുള്ളതാണ് നമുക്ക് ഈ പുറത്തിറങ്ങി വന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമാണ്. കോടതിക്കുള്ളിൽ നിന്നുള്ള നമ്മുടെ വിവരങ്ങൾ ഇനിയും വരാതിരിക്കുന്നുള്ളൂ. എന്തായാലും പ്രതികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. കോടതിയിൽ വിധി കേട്ട ശേഷം പ്രതികൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവന തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ 1 മുതൽ 8 വരെ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നതിനർത്ഥം ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതി പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഏറ്റവും അടുത്ത നിമിഷം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അടക്കം പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണം. അങ്ങനെ വന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് തന്നെ കരുതേണ്ടി വരും. എന്തായാലും ഏറ്റവും അടുത്ത നിമിഷം തന്നെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത. ഏറ്റവും പുതിയ വിവരം നൽകാം എൽദോ. മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 15 പ്രതികൾക്കും, അതായത് 15 പ്രതികൾക്കെതിരെയും കൊലപാതക കുറ്റം നിന്നിരുന്നു. അതിന്റെ ഭാഗമായി 15 പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന നിലയിൽ തന്നെ ഈ കേസിനെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ വാദം അതുതന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഭാര്യയുടെയും അമ്മയുടെയും കുഞ്ഞിന്റെയും മുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു കേസ്, ആ കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന നിലയിൽ പരിഗണിക്കണം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ഒരു ആവശ്യം. ആ വാദം പരിഗണിച്ചുകൊണ്ട് കോടതി 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് IPC 302 ഉൾപ്പെടെ തെളിഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. അതുപ്രകാരം ഈ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിന്റെ എല്ലാം തുടർച്ചയായാണ് ഈ പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. 120B, അതായത് ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളും ഫലത്തിൽ, അതിനുൾപ്പെടെയുള്ള ശിക്ഷകളും ഫലത്തിൽ വന്നിരിക്കുന്നു. അതിനർത്ഥം, അതായത് ഈ കേസിൽ ഞാൻ നേരത്തെ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് എല്ലാ വകുപ്പുകളും നിലനിൽക്കുന്ന ഒരു കേസായിരുന്നു. മാത്രമല്ല ഈ കേസിൽ വിവിധ വകുപ്പുകൾ പ്രകാരം, അതായത് ഈ തെളിവുകൾ ഈ കേസിനെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത് ഒരു ഷാൻ വധക്കേസിന്റെ തിരിച്ചടി എന്ന നിലയിലാണ് അന്ന് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. പക്ഷെ അതിനു മുൻപ് തന്നെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു ഈ പ്രതികളെ ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ. അങ്ങനെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആളാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന 3ാം പ്രതി അനൂപിന്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്ന് ഈ വിവരങ്ങളടക്കം തെളിവുകളടക്കം ശേഖരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൂടിയാണ് ഇതിൽ അങ്ങനൊരു, അതായത് ഇത് ഒരു പെട്ടെന്നുണ്ടായ പ്രതികാരം എന്നതിനപ്പുറത്തേക്ക് പോലീസ് ഈ കുറ്റപത്രം സമർപ്പിക്കുകയും തുടർന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ കേസ് അവതരിപ്പിക്കുകയും ചെയ്തത്. മാത്രവുമല്ല,